ഹലോ ഗായ്സ്, ഇതാ ഞാനിപ്പോൾ എനിക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്നോക്കുട്ടൻ സ്കൂളിൽ പോയിട്ട് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ സ്നോക്കുട്ടന് ഇപ്പോൾ ചെറിയ ഹോംവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് മാംഗോ ഫെസ്റ്റിവലാണ്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ മാംഗോയുടെ ഷേപ്പിന് അവർക്ക് ബോഡിയിൽ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണം. പിന്നെ ജസ്റ്റ് ക്രൗൺ, പിന്നെ അതിൻ്റെ മറ്റേ എന്താ പറയുക, കടുവല്ല ചെറുതുണ്ടല്ലോ, മീൻസ് അതിലിങ്ങനെ ടേസ്റ്റ് മാംഗോസ് എന്നൊക്കെ എഴുതി അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ മാംഗോയുടെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനെ കണ്ണുമുക്കൊക്കെ വരച്ചു, അതിന് കളറും ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് സ്നോക്കുട്ട ഇടയ്ക്ക് വരുന്നുണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ക്രേസാണ്, ഭയങ്കര അലമ്പ് കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു, കുഴപ്പമില്ലാതെ വരച്ചു. അവനിടയ്ക്ക് ഡീൽ ചെയ്യുന്നുണ്ട്, കളറിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീൻസ് ലീഫിനൊക്കെ വേണ്ടിയുള്ള അതിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ ഓക്കെ ആയി, കുഴപ്പമില്ല. അതൊക്കെ ഒട്ടിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഒട്ടിച്ചിട്ട് ഞാൻ തന്നെ പിന്നെ ആഹാ കൊള്ളാമല്ലോ. പിന്നെ ഇങ്ങനെ കൃഷ്ണമണിക്ക് വൈറ്റൊക്കെ കൊടുത്തു. അതിന് എൻ്റെ നെയിൽ പോളിഷ് വെച്ചാൽ ചെയ്യില്ല, കാരണം എനിക്ക് വേറെ വഴിയില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ലീഫ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബേബിക്കുള്ള ക്രൗൺ ഓക്കെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ക്രൗണിനുള്ള ഡിസൈനൊക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു സ്നോക്കുട്ടനെ വിളിച്ച് എല്ലാ ഷേപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കണം. അങ്ങനെ ഞാൻ സ്നോക്കുട്ടൻ്റെ തലയിലൊക്കെ വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, നോ ഇഷ്യൂസ്. പിന്നെ ഞാൻ ക്രൗണൊക്കെ അത് വെച്ചിട്ട് അതിനൊരു ഇത് വേണമല്ലോ, മീൻസ് ആ കട്ടിക്ക് വേണ്ടി ഞാൻ കാർഡ്ബോർഡൊക്കെ ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാർഡിനുള്ള ഇതൊക്കെ ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഓക്കെ ആക്കി കഴിഞ്ഞ് ഞാൻ മാംഗോയുടെ ഷേപ്പ് വരച്ചതിന് ശേഷം ഞാൻ മാംഗോയുടെ അത് ഡിസൈനൊക്കെ എടുത്തതിന് ശേഷം ഞാൻ എല്ലാം ഓക്കെ ആക്കി സെറ്റ് ചെയ്ത് ഞാനൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി. കൊള്ളാം എന്നൊക്കെ തോന്നി. ഞാൻ സ്വന്തമായിട്ടേന്ന് പറയാം, സൂപ്പറാണ്. അതിൽ ഞാൻ സ്നോക്കുട്ടനെ വിളിച്ചു. അവന് അതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവന് നല്ല ദേഷ്യമാണ്. ഞാൻ ജസ്റ്റ് സ്മൈൽ ചെയ്യാന്ന് പറഞ്ഞിട്ടും അവൻ ആർട്ടിഫിഷ്യലായിട്ട് ചിരിച്ചൊക്കെ കാണിച്ചു, എന്നെ കളിയാക്കി.